ഡേയ്സിന്റെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. പുലർച്ചെ എണീറ്റ് നേരെ കിച്ചണിലോട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാം. ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് അങ്ങ് മാറട്ടെ. ആദ്യകാലങ്ങളിലൊക്കെ നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെ വല്ലാത്തൊരു പ്രശ്നമായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെച്ച് സമയം നോക്കുമ്പോൾ 4 മണി 3 മണി എന്നൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം നേരെ വെളുക്കാൻ ഇനി ഒരുപാട് സമയം ഉണ്ടല്ലോ, ഇനിയും കുറെ സമയം നല്ല പുതച്ചു മൂടി കിടക്കാലോ എന്നുള്ളൊരു ഇഷ്ടം. ഇപ്പൊ എത്ര വൈകി കിടന്നാലും നമ്മളൊരു 4 മണി 5 മണി ആകുമ്പോഴത്തേന് എന്തായാലും ഉണരും കേട്ടോ. പിന്നെ നമുക്ക് ഉറങ്ങാൻ ഒരിക്കലും പറ്റില്ല. ഉറങ്ങാൻ നമ്മുടെ പ്രാരാബ്ദം പ്രശ്നങ്ങളൊന്നും നമ്മൾ അനുവദിക്കൂല എന്ന് വേണം പറയാൻ. എന്തായാലും പുലർച്ചെ എണീറ്റ് ഒരു സ്ട്രോങ് ചായ കുടിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണല്ലേ. നല്ല പാലൊക്കെ കൂട്ടി വെള്ളം കുറച്ച് മധുരം കൂട്ടി നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഒരു ലൈഫ് എന്നെ മാറ്റിമറിച്ച് വർഷങ്ങൾക്ക് മുന്നിലൊരു യാത്രയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ എല്ലാം വിധിയാണ്, ആ വിധിയെ തടുക്കാൻ ഒരാൾക്കും പറ്റില്ല, എല്ലാം എന്റെ തലവിധിയാണ്, ഞാനത് അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളൊരു രീതിയിൽ നിന്ന് ഞാൻ ഈ ഒരു ഘട്ടത്തിലേക്ക് മാറിയതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണാം. തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും അത് ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കും ഞാനൊരു ലക്കി വുമണാണ്. ഒരിക്കലും അല്ല. ഇഷ്ടങ്ങളും നഷ്ടസ്വപ്നങ്ങളും ഒക്കെ എന്നിലും ഉണ്ട്. ആരോ എഴുതി തീർത്ത കഥയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കൊതിച്ച വേഷം ഇന്നും എത്രയോ അകലെയാണ്. ജീവിതമാണ്, തിരുത്തിയെഴുതാൻ കഥയല്ലല്ലോ. അപ്പൊ നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനോ നിങ്ങളോ ജീവിതം അവസാനിപ്പിച്ചു എന്ന് വെച്ച് ഇവിടെ ആർക്കും യാതൊരുവിധ നഷ്ടങ്ങളും ഇല്ല. കാരണം ഇവിടെ ലോകത്തൊന്നും സംഭവിക്കില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്. വീണ കുഴിയുടെ ആഴം നോക്കി പേടിച്ചെന്നില്ല, കര കയറാനുള്ള വഴി തേടി. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു കാര്യമാണ് അവരെ കണ്ടുപഠിക്കുക ഇവരെ കണ്ടുപഠിക്കുക എന്നൊക്കെയല്ലേ. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ വെച്ചാൽ മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന അവഗണനയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാതെ എന്നും നമ്മൾ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും വലിയൊരു മോട്ടിവേഷൻ ഇനി നമുക്കാർക്കും കിട്ടാനില്ല. ലോകത്തിലെല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ആരുമില്ല അല്ലേ. അപ്പൊ നമ്മളോട് പലരും എങ്ങനെയാ പറയാ, നമ്മളൊക്കെ ഈ പരാതിയും പരിഭവം പറഞ്ഞ് ജീവിക്കുന്ന ജീവിതം മറ്റുള്ളവരുടെ സ്വപ്ന ജീവിതമാണെന്ന് പറയൂ അല്ലേ. നമ്മളോട് എല്ലാവരും പറയുന്നതാ നമ്മളിലും താഴ്ന്നവരിലേക്കൊന്ന് നോക്കൂ, അപ്പൊ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയുമല്ലേ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, ഒരിക്കലും നമ്മളിലും താഴ്ന്നവരിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവര് നമുക്കൊന്നും പഠിക്കാനുണ്ടായിരിക്കില്ല. നേരെ മറിച്ച് നമ്മളെക്കാൾ ഉയർന്നവരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ താഴ്ന്നവരെ നമ്മൾ സഹായിക്കേണ്ടതല്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നവരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. എന്നാലും നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഒരിക്കലും നമ്മളിൽ താഴ്ന്നവരെ അല്ല, നമ്മളെക്കാളും കുറച്ചുകൂടി നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപഠിക്കണം. എന്നാലേ നമുക്ക് പഴമക്കാർ പറയുന്ന പോലെ അവരൊക്കെ ഒരു തേങ്ങ കൊടുക്കുമ്പോൾ നമുക്കൊരു ചിരട്ടെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാമേ. ഞാൻ ഷോപ്പിൽ അധികം നിൽക്കാറില്ല. വീഡിയോ ചെയ്യാനും അതുപോലെ പർച്ചേസും കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ സീസണൊന്നും അല്ലാത്തൊരു ടൈമിൽ ഞാൻ വന്നിട്ട് മോനോട് ഞാൻ ചോദിക്കാം, മോൻ എങ്ങനെ സെയിൽ, എത്രത്തോളം സെയിൽ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്നോട് പറയും, ഉമ്മ എന്താ കുഴപ്പമില്ല, എന്നാലും വലിയൊരു സെയിൽ ഇന്ന് കുറവാണ് കേട്ടോ. കാരണം അതിപ്പോ ഇന്ന് ആർക്കും സെയിലില്ലേ. അപ്പുറത്തി കുറെ കടക്കാരെ പേര് പറയും കേട്ടോ. എന്നിട്ട് അവർക്കൊന്നും തീരെ സെയിലില്ല എന്ന് അവര് പറഞ്ഞത്. എന്നാലും അതിനേക്കാളും മെച്ചാണല്ലോ. അത്രയും സെയിൽ ആർക്കും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും നോർമൽ സെയിലേ ഉള്ളൂ ഉമ്മ എന്ന് പറയും കേട്ടോ. അപ്പൊ ഞാൻ പറയും, അവർക്കില്ല അവർക്കുണ്ടോന്നാണോ ഞാൻ ചോദിച്ചത്, ഞാൻ നിനക്ക് എത്ര ഉണ്ട് എന്നാ ചോദിച്ചതെന്ന് പറയൂ കേട്ടോ. കാരണം ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് കുറവാണെന്ന് വെച്ചാൽ നമുക്കും കുറവാണ്, അതങ്ങനെ മതി, അങ്ങനെയല്ല നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അവർക്കില്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ സെയിൽ ഉണ്ടാക്കണം എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറയൂ കേട്ടോ. ദേഷ്യപ്പെട്ടിട്ടില്ല, ചിരിച്ചോണ്ടാണേലും പറയും. ഒരിക്കലും അഹങ്കാരം കൊണ്ട് പറയല്ലോ കേട്ടോ. അവർക്കില്ല അപ്പൊ നമുക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരെ പോലെ തന്നെ അല്ലേ നമുക്കും പ്രശ്നമല്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ താഴെ വീണ് പോകുമ്പോൾ ഒരു കൈ പിടിച്ച് നമ്മളൊന്നും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ നമ്മൾ അവരെ വരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ വെച്ച് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും ബീഫും ഉണ്ടാക്കാനാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഒന്നിച്ച് നമ്മൾ ചതച്ചിട്ട് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി നിൽക്കാൻ പോയതാണല്ലോ. അപ്പൊ ഫ്രിഡ്ജൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒന്നുമില്ല, അതെല്ലാം ഒഴിവാക്കി. ഞാനൊരു 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ എവിടെയെങ്കിലും പോവാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടാ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പിന്നെ കേടാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാവുമല്ലോ വിചാരിക്കും. ചിലതൊക്കെ നമുക്ക് കളയാനൊന്നും തോന്നില്ല കേട്ടോ, ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചതായിരിക്കും. എന്നാലും നമ്മൾ അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്തിട്ടാ പോവുള്ളൂ. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾ ചെയ്യാനുണ്ടാവും, ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാ പിന്നെ നമുക്ക് വരുമ്പോ ഒരു സുഖാണല്ലോ.
ഞാൻ ആദ്യം കേട്ടോ നമ്മൾ ഈ പുട്ടുണ്ടാക്കിയ അതിന് കറി ഒഴിക്കൂലായിരുന്നു, അതുപോലെ ദോശക്ക് കറി ഒഴിക്കൂലായിരുന്നു. പുട്ടുണ്ടാക്കിയ പുട്ടും അതുപോലെ തന്നെ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കും. ദോശയാണെങ്കിൽ പാലൊഴിച്ച് കഴിക്കും, ഇങ്ങനെ ചപ്പാത്തി ആണെങ്കിലും പാലൊഴിച്ച് കഴിക്കും. അങ്ങനെ ഇഡ്ഡലി കഴിക്കൂല, ദോശ കഴിക്കൂല, അതുപോലെ എന്താ പറയാ വെണ്ടയ്ക്ക് കറി കഴിക്കൂല, മുരിങ്ങക്കായ കറി കഴിക്കൂല, പയറുപ്പേരി കഴിക്കൂല, ബീൻസ് കഴിക്കൂല, ബീഫ് കഴിക്കൂല, ബിരിയാണി കഴിക്കൂല. അങ്ങനെ എനിക്ക് കുറേ ദുസ്വഭാവങ്ങൾ ഉണ്ടായിട്ടോ, ഒന്നും കഴിക്കാത്ത ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോ ഞാൻ എല്ലാം കഴിക്കും കേട്ടോ. ആദ്യമൊക്കെ വെള്ളിയാഴ്ച നമ്മൾ ബീഫ് വാങ്ങിക്കൂട്ടോ. അപ്പൊ ഈ ബീഫും ചോറും എനിക്ക് കണ്ട ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ എന്റെ ഉമ്മ എന്താ, ഞാൻ സ്കൂളിൽ വരുമ്പോഴത്തേന് എന്റെ ഉമ്മ എനിക്കൊരു പാത്രത്തിലാക്കിയിട്ട് വാരി തരൂ കേട്ടോ. അപ്പൊ നമ്മൾ ഉമ്മമാര് വാരി തരുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആണല്ലോ, അപ്പൊ കഴിക്കൂട്ടോ. അല്ലാതെ ഞാൻ ഒരിക്കലും ബീഫ് ഒന്നും കഴിക്കൂല. അതുപോലെ ബിരിയാണിന്റെ സ്മെല്ലൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ. അപ്പൊ ഞാൻ എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഞാൻ കല്യാണത്തിന് പോവുക. അങ്ങനെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാശി ഉണ്ടായിരുന്നു കേട്ടോ. അതിലുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്കൊരു വാശിയില്ല, എനിക്ക് എല്ലാ ഫുഡും ഇപ്പൊ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പൊ എന്നോട് ഒരുപാട് ഉമ്മമാർ ഇങ്ങനെ പറയും, മക്കൾ അങ്ങനെ വാശിയാണ്, ഇങ്ങനെ വാശിയാണ്, അത് കഴിക്കൂല ഇത് കഴിക്കൂല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ടെൻഷൻ അടിക്കണ്ട. എപ്പോഴും എന്താ ചിന്തിക്കേണ്ട, ഒരു താങ്ങുണ്ടാവുമ്പോഴാണ് തളർച്ച ഉണ്ടാവുള്ളൂ. താങ്ങാൻ ആളില്ലെങ്കിൽ ഈ വക തളർച്ചയൊന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോ എല്ലാം പറ്റുന്നുണ്ട്. എന്നെ കുറിച്ച് നിങ്ങൾ എന്റെ വീട്ടുകാരോടും ചോദിച്ചു നോക്കിയാൽ അവര് പറയും എനിക്ക് എന്തൊക്കെ പണ്ട് പറ്റിയതിരാ, ഇപ്പൊ എനിക്ക് എന്തൊക്കെ പറ്റുമെന്ന് അവര് പറയട്ടെ. അപ്പൊ നിങ്ങൾ അങ്ങനെ മക്കൾക്ക് അങ്ങനെ വാശി വെച്ചൊന്നും പേടിക്കണ്ട. കാരണം നമുക്ക് എന്താ പറയാ താങ്ങാൻ ആളുണ്ടാവുമ്പോൾ മാത്രമേ തളർച്ച ഉണ്ടാവുള്ളൂ. നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു സാമീപ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറയും. അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ. നമ്മളൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എവിടെ എത്തിക്കണോ ആ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടു പോകാൻ പതിയെ നമ്മൾ പഠിക്കും കേട്ടോ. കാരണം നമ്മളൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ അറിവ് നമ്മളെ അനുഭവങ്ങളാണ്. അപ്പൊ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും ബീഫും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ബീഫ് അപ്പോൾ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പുട്ടിന് ഇവിടെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ. അപ്പൊ പുട്ടുകുറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇത്രയും കാലത്തിനിടയിൽ എത്ര പുട്ടുകുറ്റി യൂസ് ചെയ്തു എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം എനിക്ക് പുട്ടുകുറ്റി വാഴില്ല എന്ന് പറയും ചിലവർക്ക് അറിയാലോ. അല്ലെങ്കിൽ അവൾക്ക് അവൻ വാഴില്ല, അവൾക്ക് അവൻ വാഴില്ല എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ തന്നെ എനിക്കൊരിക്കലും പുട്ടുകുറ്റി വാഴൂല കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ പുട്ടുകുറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ പുട്ടുകുറ്റി ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞത് നോക്കിയാൽ വാങ്ങിക്കുക. എത്ര ദിവസം അത് ഉപയോഗിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇത് റേറ്റ് കുറഞ്ഞതല്ല കേട്ടോ. അത് കുറച്ച് നല്ല പുട്ടുകുറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇതിന്റെ ചില്ല് ഞാൻ എപ്പോഴും കളയും. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ മറന്നിട്ട് പുട്ടുകുറ്റിക്ക് ഓട്ടയാവും. അങ്ങനെ ഞാനിപ്പോ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര പുട്ടുകുറ്റി യൂസ് ചെയ്തിരിക്കണോ വെച്ചാൽ എനിക്ക് അറിയേയില്ല കേട്ടോ. അങ്ങനെ ഷീനു നമ്മളെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. വീടും മതിലും മുറ്റവും ഒക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം മുന്നേ ഇവിടെ റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ റോഡിൽ മണ്ണൊക്കെ വന്ന കാരണം തന്നെ പൊടിയൊക്കെ പാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പെയിന്റ് വന്നിട്ട് നല്ല പെയിന്റാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല വർഷങ്ങൾ ഗ്യാരണ്ടി ഉള്ള ഒരു പെയിന്റാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ വാഷിംഗ് ആണ് പെയിന്റ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ അവരോട് ഇത്രയും റേറ്റ് കൂടിയ പെയിന്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു മണ്ണും പൊടിയൊക്കെ പാറിയപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുണ്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ പെയിന്റ് ഏറ്റവും ബെറ്റർ പെയിന്റ് തന്നെയായിരുന്നു നല്ലത് എന്നുള്ളത്. കാരണം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ചളിയൊക്കെ ഫുള്ളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ നിച്ചുമോ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഫോണിൽ കളിക്കാനാണ് ഇഷ്ടം. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫോണൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യൂ കേട്ടോ. ഫോണ് കയ്യിൽ പിടിച്ച സമയത്ത് നമ്മളവിടെ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ജീവിക്കുന്നത് തന്നെ അവനക്കറിയില്ല. പക്ഷെ ഫോൺ വാങ്ങിച്ച ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വളരെ ക്ലീൻ ആയിട്ട് വിരിച്ച് റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറെ പേര് നമ്മളോട് വീഡിയോയിൽ ചോദിച്ചിരുന്നു നമ്മൾ ഈ വൈറ്റ് കിച്ചൺ എങ്ങനെയാണ് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ആകെ കളർ പിടിക്കുന്നുണ്ടോ, വൃത്തികേടാകോ, എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അവരോടാണ് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കും, നമ്മൾ ക്ലീൻ ആക്കണമെന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയോ പൊടിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഒന്നുമില്ലേ നനച്ച് തുടച്ചിട്ടെങ്കിലും വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കളർ പിടിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ കളറോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും നല്ല ക്ലീൻ ആണ്. പിന്നെ എല്ലാരെയും പോലെ എപ്പോഴും നമ്മൾ എല്ലാ സമയമൊന്നും ഫുഡ് ഉണ്ടാക്കണില്ല കേട്ടോ. അതും കൂടി അതിന്റെ ഒരു ഇതായിരിക്കാം. എന്നാലും ഉള്ള സമയം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടാറ് എപ്പോഴും പതിവാണ് കേട്ടോ. കാരണം ഇത്രയും വൈറ്റ് ആയി തന്നെ നിങ്ങളെ പോലെ തന്നെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, എത്രത്തോളം ലൈഫ് കിട്ടും എന്നുള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകും. എല്ലാ കളേഴ്സിനേക്കാളും കുറച്ചുകൂടി കാണാൻ ഭംഗി എപ്പോഴും വൈറ്റ് ആണ് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ വൈറ്റ് ചെയ്തപ്പോൾ എന്റെ മാത്രം അഭിപ്രായത്തിലാണ് വൈറ്റ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വൈറ്റിൽ നമുക്ക് കുറച്ചുകൂടി വേറെ കളേഴ്സ് കൂടിയും കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ എനിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, റബ്ബേ ഇനിയിപ്പോ ഇത് ആകെ കളർ പിടിച്ച് വൃത്തികേടാവുമോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു പേടിയില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
അപ്പൊ നമ്മൾ വേവിച്ച് വെച്ച ബീഫിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് കുറച്ച് ബീഫ് ഫ്രൈയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ നമുക്ക് രാത്രി ചപ്പാത്തിക്കോ ഇനി അതാ ഉച്ചയ്ക്ക് ഉണ്ടെന്ന് ഉച്ചക്ക് ചോറിനൊക്കെ എടുക്കാലോ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ അതാ ഷിനു നേരം വൈകി നമ്മളെ വെയിറ്റ് ചെയ്ത് അവനൊറ്റക്ക് കഴിക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല, പുട്ടും ബീഫും ചായയും ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇതിപ്പോ നമ്മളെ കിച്ചണ് മാത്രമല്ല കേട്ടോ, നമ്മളെ ഡൈനിങ് ടേബിളും ഇങ്ങനെ വൈറ്റ് ആണ്. അപ്പൊ അതും ഒരു വിഷയം തന്നെയാണ് കേട്ടോ. കാരണം നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിയാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അടയാളമൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ മേലെ ഒരു വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയൊക്കെ ആയാലും നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോവാണ്ടിരിക്കൂലല്ലോ നമ്മൾ കഴിക്കുമ്പോ എന്ന് വെച്ചിട്ട്. അപ്പൊ വൈറ്റ് ആകുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മളൊരു ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം തുടച്ചിട്ട് പോവാം, പിന്നെ വല്ലാതെ ഒന്നും എടുത്ത് കാണിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ തട്ടിപ്പം പരിപാടിയൊന്നും നടക്കൂല, ക്ലീൻ ചെയ്യണം എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി. അപ്പൊ ഞാൻ ഷിനാസ് പോവാണ്. അപ്പൊ ഷിനാസിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഞാനെങ്ങാനും കിച്ചണിൽ പോയി വല്ല ജോലിയും ചെയ്യുന്ന ഉമ്മ വായോ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും പുറത്തുനിന്നിട്ട്. അപ്പൊ അതുകൊണ്ട് അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഈ കിച്ചണിലോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നിച്ചുമോൻ അവന് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കലൊന്നും ഒരിക്കലും നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്യണമല്ല കേട്ടോ. ഷീനു പോകുമ്പോഴും ഷംനാസ് പോകുമ്പോഴും ഒക്കെ നിച്ചുമോനായാലും ഷീനു ആയാലും ആരാണ് പോണേന്ന് വെച്ചാൽ വേറൊരാൾ പോയിട്ട് അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കൽ ഇവിടെ എപ്പോഴും പതിവുള്ളതാണ് കേട്ടോ. ചിലവർ ചേർക്കും നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം തുറപ്പിക്കുകയാണ് എന്നൊക്കെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സ്ഥിരമായിട്ടുള്ള കലാപരിപാടിയാണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു ഹലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്റെ ഫേവറേറ്റ് ഹലുവയാണെന്നൊക്കെ തന്നെ പറയാം. ആദ്യം മുതലേ വളരെ ചെറുപ്പം മുതലേ എനിക്ക് ഈ കറുത്ത ഹലുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഷുഗർ ഒട്ടും ഇല്ലാത്ത കാരണം എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ, ഇഷ്ടംപോലെ കഴിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ നിച്ചുമോൻ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ചില സമയത്തൊക്കെ അവൻ ഫോണിൽ കളിക്കുകയാണെങ്കിൽ അവൻ നമ്മൾ വിളിച്ചതും നമ്മൾ ജോലി ചെയ്യണമെന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഫോണൊക്കെ വാങ്ങിച്ചാൽ നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഇടക്കിടക്ക് നമ്മളോട് ലവ് യു പറയും, ഇടക്കിടക്ക് നമ്മളെ ഉമ്മ വെക്കും വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഫോണിൽ കളിക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാവേ. എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നമ്മളെ പെൺമക്കളെ കൊണ്ടായാലും ആൺകുട്ടികളെ കൊണ്ടായാലും അത്യാവശ്യം അവരെ കാര്യങ്ങളെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കാനും ഒതുക്കി പെറുക്കി വെക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻസിൽ അവർക്ക് ഇതൊന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മൾ പൊതുവേ നമ്മളെ മക്കള് കഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ ജോലിയൊന്നും ചെയ്യിപ്പിക്കൂല. നമ്മളുള്ള കാലല്ലേ അവർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വെച്ച് നമ്മളെല്ലാ ജോലിയും ചെയ്ത് അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കൂല. ഞാനും അങ്ങനെ ഒരു ചിന്താഗതിക്കാരി തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്റെ ഒരു ജീവിതാനുഭവങ്ങളാണ് അങ്ങനൊന്നും അല്ല. നമ്മളില്ലെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവരേതായ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണമെന്ന് ഞാൻ പഠിച്ചിട്ടോ. ഞാൻ ഒരു കല്യാണം കഴിച്ച് ചെന്ന ഉടനെയൊക്കെ എനിക്കധികം ജോലിയോ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു പോരും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് പറയലും അങ്ങനെ അതിന്റെ ഒരു ലഹള തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മളെല്ലാം ചെയ്യണം. പക്ഷെ അന്ന് അവർ എന്നോട് പറഞ്ഞത് എനിക്ക് കിച്ചണത്തെ ജോലികൾ അറിയില്ല, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്റെ ഒരു ലൈഫ് എന്നെ ഞാൻ ജോലി ചെയ്തിട്ടാണ് നോക്കേണ്ടി വരിക എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം. അതുപോലെ നമ്മളെ മക്കളെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. അറിയുമെങ്കിൽ വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ, വേണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കണ്ടല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവേ. നമ്മൾക്കുണ്ടായ അനുഭവങ്ങളൊന്നും നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത് എന്നാണല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്റെ മോൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മളെ അനുഭവങ്ങളിലൂടെ വളരെ വിശദമായിട്ട് വിവരിച്ചു കൊടുത്ത് പഠിപ്പിച്ച കാരണം തന്നെ അവൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാട്ടോ. കാരണം നമ്മളൊരു വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കേ വേണ്ട. എനിക്കൊരു പാത്രം കഴുകാൻ അരമണിക്കൂർ വേണമെങ്കിൽ അവൾക്കൊരു പാത്രം കഴുകാൻ 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയും സ്പീഡായിട്ടും എല്ലാം ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ നമ്മളെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 ചക്ക തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്ക ഉപ്പേരി വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. ചക്ക ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ചോറൊന്നും കഴിക്കുകയില്ല, ഫുള്ള് ഉപ്പേരി മാത്രം കഴിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ്. അതുപോലെ ചക്ക പഴുത്തതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ അതുകൊണ്ടൊക്കെ വെട്ടി ദാമധൂമാക്കി ഇപ്പൊ ഉപ്പേരി വെക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്കിതൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയാ. ചക്കമ്മയൊക്കെ പ്രത്യേകിച്ച് പണിയെടുക്കാൻ എനിക്ക് മടിയാട്ടോ. അപ്പൊ കണ്ടത് ഒരു പ്ലാവുമെന്നാണ് കേട്ടോ ഈ ചക്ക വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ ചക്ക ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഈ ചക്ക കൊണ്ട് കളിക്കാൻ ഇപ്പൊ ടൈം ഇല്ലാത്തത് കാരണം നമുക്ക് നാളെ ആവാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.